കൊല്ലാനായിരുന്നു എൻ്റെ പരിപാടി. കൊല്ലാൻ തന്നെ വന്നിട്ട് പോത്തണമെന്നും പറഞ്ഞാൽ വെട്ടിയത്. ഞാൻ കൊല്ലും എന്നും പറഞ്ഞാൽ വെട്ടിയത്. കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതിന് പേടിയില്ല. കഴിഞ്ഞ വർഷം പുറത്ത് പോയി നീക്ക് വെച്ച് ജാമ്യത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നതാണ്. പിന്നെ അങ്ങനെയുള്ളൊരു പേടിയില്ലാതെ എന്താ വന്നാൽ നീക്ക് വെച്ച് സൈഡ് നീക്കി പറയും. പിന്നെ പോയി ഇറക്കിക്കൊണ്ട് വരും. പിന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ചെയ്തപ്പോൾ വീണ്ടും കയറിച്ചല്ലോ അവരുടെ വീട്ടിലോട്ട്. രാത്രിയിലൊക്കെ വരാമെന്ന് ഒന്നും അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെളുപ്പാൻ കാലത്തെങ്ങാണ്ടായിരുന്നു ഇങ്ങനെ തലയൊക്കെ വെട്ടിക്കുന്നത്. ജയിലിൽ പോകും അങ്ങനെ പറഞ്ഞാൽ വെട്ടിയത് മൊത്തം. ഞാൻ വെട്ടിയിട്ട് പോകും, കൊന്നിട്ട് പോകുമെന്നാണ് പറയുന്നത്. ഞങ്ങളെ ഓടുക, ഞങ്ങളെ വെച്ചിട്ട് വീശുമായിരുന്നു. ഞങ്ങൾ പേടിച്ച് ഓടുമായിരുന്നു. അങ്ങനെ വെട്ടി കയ്യാലൊക്കെ ചാടിപ്പോയി വെട്ടി. കയ്യിലേക്ക് അടിവശം നിൽക്കുമായിരുന്നു. കയ്യായിലേക്ക് ഞങ്ങൾ വെട്ടലേന്ന് പറഞ്ഞാൽ ഞങ്ങൾ കറക്കി വീശുമ്പോൾ ഞങ്ങളെല്ലാം ഓടും. അപ്പോൾ ഇപ്പോൾ കയ്യായിലേക്ക് ചാടിപ്പോയാൽ ഇവിടെ വെട്ടുന്നത് രണ്ട് വെട്ടങ്ങാണ്ട് വെട്ടുന്നത് ഞങ്ങൾ കണ്ടു. എന്നിട്ട് അങ്ങോട്ട് പോയി വെട്ടി കൊല്ലും പറഞ്ഞാൽ വെട്ടിയത്. വീണ്ടും നിൽക്കുവാണോ വെട്ടാൻ? വീണ്ടും നിൽക്കുക വെട്ടാൻ തന്നെ. പിന്നെ ആരാണ്ട് കയ്യിൽ നിന്ന് വെട്ടിട്ട് തെച്ചങ്ങാണ്ട് പോയതാണ്. പിന്നെ അവർക്ക് കളഞ്ഞിട്ടും പോയി ഓടിക്കളഞ്ഞു. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ സ്ഥലത്തെ. ആണുങ്ങളാരും ഇല്ലായിരുന്നു. എനിക്ക് വഴക്കുണ്ടെങ്കിൽ തലയൊക്കെ വെട്ടി കീറി അങ്ങനെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി. ഒരു 5-6 മാസം ഉണ്ടായിരുന്നു നേരത്തെ. പിന്നെ വീട്ടിലൊക്കെ ജാമ്യം അറിയില്ലായിരുന്നു. പിന്നെ ഇവർ വീട്ടിൽ എപ്പോഴും വഴക്കാം. കൊണ്ട് ഇവർ അത്രയും ആങ്ങളന്മാരുണ്ട്. ആങ്ങളുടെ വീട്ടിൽ ഇന്നലെ വന്നിട്ടുണ്ട്. രാവിലെ നമുക്ക് 90 ദിവസമായിട്ട് വന്നതാണ്. പക്ഷെ കാട്ടിക്കൂടെ കയറി അപ്പം ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങളൊരു എത്ര പേരുണ്ടായിരുന്നു? 11 പേരുണ്ടായിരുന്നു.